ആ ജെറൂസലം ഉപരോധിച്ച സന്ദർഭത്തിൽ അത് മുസ്ലിങ്ങൾക്ക് വിട്ടുതരാൻ വേണ്ടി ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ സന്നദ്ധരാവുകയാണ്. പക്ഷെ അവർ വിട്ടുതരുന്നതിന് മുമ്പ് അവരെ ഒരു കണ്ടീഷൻ വെച്ചു. അവർ പറഞ്ഞെന്താ വെച്ചാൽ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത്, നിങ്ങളുടെ ഖലീഫ നേരിട്ട് വന്ന് ഞങ്ങളിൽ നിന്നും അതിന്റെ താക്കോല് സ്വീകരിക്കണം. കാരണം അപ്രകാരമാണ് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു അമീറിന് മാത്രമേ ഈ ഇതിന്റെ കീ കൈമാറാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ഖലീഫ വന്ന് വേണം ഈ ഒരു കീ സ്വീകരിക്കാനെന്ന് അവരോട് പറയുകയാണ്. ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മദീനയിലുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളുകളോടൊക്കെ കൂടി ആലോചിച്ചതിന് ശേഷം അവിടേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. അവിടെ വെച്ചാണ് ആ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള യാത്ര സംഭവിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് മദീനയിൽ നിന്നും ഖുദ്സിനെ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. രണ്ടു പേർക്കും കൂടെ ഉണ്ടായിരുന്നത് ഒരേ ഒരു ഒട്ടകമാണ്. അത് അവർ പകുതിയായിട്ട് ഉപയോഗിക്കും. ഒരല്പനേരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിരിക്കും. ആ സന്ദർഭത്തിൽ ആ ഭൃത്യൻ അദ്ദേഹം നടക്കും. പിന്നീട് ഒരല്പം കഴിയുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നടക്കും, അദ്ദേഹം ഒട്ടകപ്പുറത്തിരിക്കും. ഈ രൂപത്തിലാണ് ആ യാത്രയിലുടനീളം അവർ സഞ്ചരിച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു പടുകൂറ്റൻ സൈന്യത്തിന്റെ അകമ്പടിയോടെ വേണമെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പോകാമായിരുന്നു. പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിന്റെ വിനയാണ് അത് കാണിച്ചു തരുന്നത്. അവസാനം നമുക്കറിയാം ജെറൂസലേമിലുള്ള ആളുകൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വരവേൽക്കാൻ വേണ്ടി അവർ വലിയ സന്നാഹങ്ങളാണ് അവരവിടെ ഒരുക്കിയത്. കാരണം പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് അവിടെ അരങ്ങേറാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവര് ലോകത്തുള്ള മുഴുവൻ പ്രധാനപ്പെട്ട ആളുകളെയും വിളിച്ചു. ലോകത്ത് പ്രധാനപ്പെട്ട അവരുടെ അംബാസിഡർമാരും ബിഷപ്പ്മാരെല്ലാം അവിടെ എത്തി. 2 കിലോമീറ്ററോളം വലിപ്പമുള്ള ഒരു ചുവന്ന മനോഹരമായിട്ടൊരു പരവതാനി നിരത്ത് അവർ വിരിച്ചു. മാത്രമല്ല മുസ്ലിം സൈന്യാധിപരായിട്ടുള്ള അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ എല്ലാം നേരത്തെ തന്നെ അവർ വിളിച്ച് അവിടെ റെഡിയാക്കി വെച്ചു. അവസാനം അവർക്ക് ധരിക്കാൻ വേണ്ടി പ്രത്യേക വസ്ത്രമൊക്കെ നൽകി. അതായത് ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടി അബൂ ഉബൈദക്കും അതേപോലെ തന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെല്ലാം ധരിക്കാൻ ഒരു പ്രത്യേക വസ്ത്രമൊക്കെ നൽകിയിട്ട് അവരിങ്ങനെ ഒരുക്കി ഉമർ ബിൻ റളിയല്ലാഹു അൻഹുവിനെ കാത്തിരിക്കാൻ. അവസാനം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ആ ഭൃത്യനും ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ ഗേറ്റിന് മുന്നിലെത്തിയ സന്ദർഭത്തിൽ ഒട്ടകപ്പുറത്തിരിക്കാനുള്ള ഊഴം ഭൃത്യന്റേതായിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞു, അമീർ ഇനി താങ്കൾ ഇരിക്കണം, കാരണം താങ്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയും ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടാകും, അതുകൊണ്ട് ഇനി ഞാൻ ഇരിക്കുന്നില്ല, താങ്കൾ ഒട്ടകപ്പുറത്തിരിക്കണം എന്ന് കൽപ്പിച്ച സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് സന്നദ്ധമാകുന്നില്ല. നീതിമാനായിട്ടുള്ള ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ പറയുന്നത്, താങ്കൾ തന്നെ ഇരുന്നാൽ മതി. അങ്ങനെ ആ ഭൃത്യനെ ഒട്ടകപ്പുറത്ത് ഇരുന്നിട്ട് കാൽനടയായിക്കൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കുന്നത്. രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒട്ടകപ്പുറത്തിരിക്കുന്ന ആ ഭൃത്യനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും തെറ്റിദ്ധരിക്കുകയാണ്. അവസാനം മുസ്ലിങ്ങൾ അദ്ദേഹത്തോട് ആ സന്ദർഭത്തിലാണ് അവർ പോലും അറിയുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഖലീഫ എന്ന് അവർ മനസ്സിലാക്കുന്ന ആ സന്ദർഭത്തിലാണ്. കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് നടന്നു വരുന്ന ആ ഖലീഫയെ അവിടെ ഉണ്ടായിരുന്ന ഖുദ്സിന്റെ ബൈത്തുൽ മുഖദ്ദസിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും, നിരവധി ആളുകൾ തിങ്ങി നിറഞ്ഞ ആ സ്ഥലത്തുള്ള മുഴുവൻ ആളുകൾ അത്ഭുതത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ്. ഇതാണോ ഇവരുടെ ഖലീഫ എന്നുള്ള രൂപത്തിൽ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വേഷവും ഇതൊക്കെ കണ്ട സന്ദർഭത്തിൽ സൈന്യാധിപനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസം തോന്നി. കാരണം ഇത്രയും മനോഹരമായിട്ട് ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ഈ രൂപത്തിലാണോ ഖലീഫ വരുന്നത്? അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഈ രൂപത്തിൽ വരിക വഴി ഞങ്ങളൊക്കെ നിങ്ങൾ നാണം കെടുത്തി കളഞ്ഞല്ലോ. ഈ സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിനൊരു കുത്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഓ അബൂ ഉബൈദ, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മൾ ദുർബലരായിരുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഇസ്ലാമിലൂടെയാണ് നമുക്ക് ശക്തി നൽകുക. അതുകൊണ്ട് നമ്മുടെ പ്രതാപത്തിനും ശക്തിക്കെല്ലാം നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം തന്നെ ധാരാളമാണ്, അതല്ലാതെ വസ്ത്രത്തിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ പറയുന്നത്. ഇന്നത്തെ മുസ്ലിം ഭരണാധികാരികളുമായിട്ട് ഇതൊന്ന് ചേർത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ അവർ ഇതൊക്കെ കണ്ട് അവർ അവസാന ക്രൈസ്തവരായിട്ടുള്ള അവരുടെ ആ ക്രൈസ്തവ ബിഷപ്പ്, പാത്രിയാർക്കീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ജനത്തെ, അതായത് ഈ ഒരു ജനത്തെ തടഞ്ഞു നിർത്താൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ലെന്ന് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്. പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ആ കീ നൽകുകയാണ്. അദ്ദേഹം അത് ഏറ്റുവാങ്ങി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഓരോ പ്രദേശങ്ങളും സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആ ബിഷപ്പിന്റെ കൂടെ അദ്ദേഹത്തിന്റെ പേര് സിഫ്രോണീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കാണാൻ സാധിക്കുക. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ഓരോ സ്ഥലങ്ങളും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കാണിച്ചു കൊടുത്ത് അവസാനം ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയുടെ അകത്ത് സന്ദർശിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അസർ ബാങ്ക് വിളിക്കുകയാണ്. അസർ ബാങ്ക് വിളിച്ചത് കേട്ട സന്ദർഭത്തിൽ ഈ ബിഷപ്പ് അദ്ദേഹത്തോട് പറഞ്ഞു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കൾക്ക് ഇവിടെ നമസ്കരിക്കാം, വിരോധമല്ലെങ്കിൽ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നമസ്കരിച്ചാൽ പിന്നീട് ഉമർ നമസ്കരിച്ച പള്ളിയാണ് ആ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും
തലതിരിഞ്ഞ മുസ്ലിങ്ങൾ പിന്നീട് ഇത് നിങ്ങളിൽ നിന്ന് പിടിച്ചടക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ നമസ്കരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിക്ക് പുറത്തു പോയിട്ട് ഒരു 10 മീറ്റർ അകലെ പോയിട്ട് അവിടെ വെച്ചുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുന്നത്. ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചർച്ച് അത് ഭാവിയിൽ സുരക്ഷിതമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഖലീഫയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ നമസ്കരിച്ച അതേ സ്പോട്ടിൽ പിന്നീട് മസ്ജിദ് ഉമർ എന്ന പേരിൽ ഒരു പള്ളി വരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണം നിങ്ങൾ നോക്കുക. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെരുമാറ്റമൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട ഈ സിഫ്രോണിയസ് അവസാനം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് യേശുക്രിസ്തുവിനെ അടക്കിയെന്ന് വിശ്വസിക്കുന്ന, അദ്ദേഹത്തെ ഖബറടക്കിയെന്ന് വിശ്വസിക്കുന്ന ആ പ്രധാനപ്പെട്ട ചർച്ച്, അതായത് ഹോളി സഫൽക്കർ എന്നറിയപ്പെടുന്ന ആ ചർച്ചിന്റെ കീ അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കൈമാറുകയാണ്. ഇനി നിങ്ങളത് സംരക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കൈമാറുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കീ അവിടെയുള്ള ഒരു മുസ്ലിം കുടുംബത്തിനെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കുകയാണ്. ആ മുസ്ലിം കുടുംബമാണ് ആ കീ പിന്നീട് സംരക്ഷിച്ചു പോകുന്നത്. ഇന്ന് വരെ, അതായത് 13 നൂറ്റാണ്ടുകളോളം കഴിഞ്ഞ് ഈ 2017 ഇന്ന് വരെ ആ ക്രൈസ്തവരുടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചർച്ചിന്റെ കീ ഇന്നും സംരക്ഷിക്കുന്നത് ആ പ്രദേശത്തുള്ള ഒരു മുസ്ലിം കുടുംബമാണ്. അത്ഭുതമാണ്. അദീബ് ജൗദഹ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ആ കീ സംരക്ഷിക്കുന്നത്. അതേ ഒരു മുസ്ലിമാണ്. ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ രാവിലെ വന്ന ആ ചർച്ച് തുറക്കുകയാണ് ചെയ്യുന്നത്. മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു രൂപമാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട്, അതായത് കൂടെയുള്ള സിഫ്രോണിയസിനോട് അദ്ദേഹം ചോദിച്ചു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ മന്ദിരം അല്ലെങ്കിൽ ആ പള്ളി അതെവിടെയാണെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ആ ബിഷപ്പ് അത് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യഹൂദർ, അതായത് ജൂതര് വിശുദ്ധി കൽപ്പിക്കുന്ന സ്ഥലമാണോ ഇത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ. അപ്പൊ ആ സ്ഥലം ഒന്നാകെ അവര് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവിടെ ചപ്പുചവറുകൾ കൂട്ടിയിടാൻ വേണ്ടി ഉപയോഗിച്ച സ്ഥലമായിരുന്നു. കാരണം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ജൂതന്മാർ. അതുകൊണ്ട് തന്നെ ജൂത വിരോധം കാരണം, അത് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലത്തിന് യാതൊരു പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ വേസ്റ്റ് കൂമ്പാരങ്ങൾ കൂട്ടിയിടാൻ ഉപയോഗിച്ച സ്ഥലമായിരുന്നു അത്. അത് കണ്ട സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം വസ്ത്രങ്ങളെല്ലാം കയറ്റിയെടുത്തുകൊണ്ട് അദ്ദേഹം സ്വന്തം കൈകൾ കൊണ്ട് ആ ചപ്പുചവറുകൾ വാരിയിട്ട് അവിടെ വൃത്തിയാക്കാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ട സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന സൈന്യവും മുഴുവൻ മുസ്ലിങ്ങളും അതിൽ പങ്കുചേരുകയും ആ പ്രദേശം മുഴുവനും അവർ വൃത്തിയാക്കുക. ജൂതന്മാരുടെ വിശുദ്ധ കേന്ദ്രം അല്ലെങ്കിൽ ആ വിശുദ്ധി കൽപ്പിക്കുന്ന ആ സ്ഥലമാണ് ഖലീഫ സ്വന്തം കൈകൾ കൊണ്ട് വൃത്തിയാക്കുന്നത്. അത്രയേറെ എല്ലാ മതങ്ങളെയും ഒരേ രൂപത്തിൽ ആദരിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട മതാണ് ഇസ്ലാം. പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് ഒരു കരാർ എഴുതി. ആ കരാർ പ്രകാരം അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ജൂതന്മാർക്ക് വീണ്ടും പ്രവേശനാനുമതി നൽകി. അവിടെ ആരാധനാ സ്വാതന്ത്ര്യം എല്ലാം നൽകിക്കൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രദേശത്തെ സംരക്ഷിച്ചു. അവർക്ക് അവരുടെ മത നിയമപ്രകാരം തന്നെ ഭരണം നടത്താനും വിധിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലങ്ങളോളം പിന്നീട് ആ പ്രദേശം ഭരിച്ചത്.